വളരെ ആദരണീയരായ സംപൂജ്യ സ്വാമി ആദ്യമുള്ള സരസ്വതി, പിന്നീട് സ്വാമി അമൃത കൃപാനന്ദപുരി, അതോടൊപ്പം തന്നെ നമ്മുടെ വളരെ ബഹുമാനനായ ചിറക്കൽ രാജ ശ്രീ സി കെ രാമവർമ്മ വലിയ രാജ, ശ്രീ യശാദി പ്രസാദ്, ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വത്സൻ ചില്ലങ്കേരി, ശ്രീമതി കെ വി സിന്ധു, ശ്രീ അർജുൻ മാവലക്കണ്ടി, കസ്തൂരി ലത, കെ കെ രാധാകൃഷ്ണൻ, വിജയൻ നവ്യാർ, കെ കെ രാമകൃഷ്ണൻ, ധനഞ്ജയൻ, വി ജയറാം, ശ്രീനാഥ് ഷാജി, പി ചന്ദ്രൻ, ശ്രീ പത്മനാഭൻ ഉൾപ്പെടെ വേദിയിലെ ബഹുമാനരെ, വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇന്ന് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. ശബരിമലയിൽ ഇന്ന് മകര സംക്രാന്തിയുടെ ഭാഗമായി നമുക്കറിയാം, അതൊരു വലിയ ആരാധനയോടെ വിശ്വാസി സമൂഹം കാണുന്ന ഒന്നാണ്. ഇവിടെ ചിറക്കലിൽ ഒരുപക്ഷെ ചിറക്കൽ രാജകുടുംബം ഈ നാടിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ചിറക്കൽ ചിറയാണ്. അത് ലോകമുള്ളിടത്തോളം കാലം ജലസംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി അത് മാറും. അത് ഈ നാട്ടിന് നൽകുന്ന ഒരു സംസ്കാരം, ഈ നാടിനോട് അത് വിളിച്ചു പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭാവനകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് നാം അതിനെ കാണുന്നത്. സർക്കാർ ഒരു വൺ ടൈമായി ഭൂവിലോകവുമായി ഒരു ധാരണയിലായി ഒരു തവണയായിട്ട് അതിപ്പോൾ ശുചീകരിച്ചു. അതിനോടനുബന്ധമായി ഇവിടെ പറയേണ്ട ഒരു കാര്യം, അല്പനാളും മുന്നേ നമ്മളെ വിട്ടുപോയ ശ്രീ രവീന്ദ്രവർമ്മ രാജ, അദ്ദേഹവും ശ്രീ സുരേഷ് വർമ്മ, അദ്ദേഹമാണ് ഒരുപക്ഷെ എനിക്ക് ഈ ചിറക്കലിൽ, ഈ ക്ഷേത്ര നഗരിയിൽ, ഈ പരിസരത്ത് എൻ്റെ ജീവിതകാല അവസാനം വരെ വിസ്മരിക്കാൻ പറ്റാത്തൊരു പേരാണ് ശ്രീ രവീന്ദ്രവർമ്മ രാജ എന്ന്. അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ്, അദ്ദേഹമാണ് എന്നെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത്. ഞാൻ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ അത് പറയാം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ്, അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമങ്ങളെല്ലാം നമ്മൾ നടത്തുന്നു. വ്യക്തിപരമായി ഞാനെന്തെങ്കിലും ചെയ്ത കാര്യത്തിൻ്റെ ഭാഗമായിട്ടല്ല. ഇവിടെ നാളെ എന്തെന്നുള്ളത് കാലം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നാളെ എന്തായാലും ഈ ചിറക്കലിലെ ഈ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞ ചിറക്കൽ ഒരു വളരെ ചരിത്രപ്രധാനമായ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണെന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ആ പ്രദേശത്തിൻ്റെ, ഈ ക്ഷേത്ര നഗരിയുടെ സമഗ്രമായ വികസനത്തിന് അതിന് ഏറ്റവും ശക്തമായി പിന്തുണ നൽകാൻ ഞങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാവേണ്ട. അതിന് പൂർണ്ണമായി, അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ ഒട്ടേറെ ജനപ്രതിനിധികൾ, ആളുകളൊക്കെ നേരത്തെ ഉള്ളവരും ഈ സദസ്സിലുണ്ട്, ഇപ്പോൾ ഇരിക്കുന്നവർ വേദിയിലുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു വലിയ ശ്രമം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തും. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ചിറക്കൽ ചിറയെ സംരക്ഷിക്കുക എന്ന സന്ദേശമാണ് ഈ മകരസംക്രാന്തി ആരതിയുടെ ഭാഗമായി നമ്മളിവിടെ സഞ്ജീവേട്ടൻ്റെ അനൗൺസ്മെൻറ്റ് നേരത്തെ കഴിഞ്ഞ തവണയും നമ്മളിവിടെ നടത്തിയത് ഒരു വലിയ ഒരു അവബോധമാണ് സമൂഹത്തിന് നൽകുന്നത്. സ്വാമി ഇപ്പോൾ ഒരു പോസ്റ്റർ കാണിച്ചു. അടുത്ത കൊല്ലത്ത് സ്വാമി നടത്താൻ പോകുന്ന ഒരു പരിപാടി, പ്രകൃതി, മനുഷ്യൻ, അതിൻ്റെ നിലനിൽപ്പ്, സംസ്കാരം, ഇതിൻ്റെ സംരക്ഷണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മകരസംക്രമ ദിനത്തിൽ ചിറക്കൽ ചിറയെ അതിൻ്റെ ആരതി നടത്തി അതിനൊരു വലിയ സന്ദേശം സമൂഹത്തിന് നൽകാൻ പരിശ്രമിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊണ്ട്, ഒട്ടേറെ വളരെ സംപൂജ്യരായിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള വ്യക്തികൾ ഈ വേദിയിലിരിക്കുന്നുണ്ട്. അവരെ എല്ലാ ആദരപൂർവ്വം അവർക്കെല്ലാ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം, സംസ്കാരത്തെ നിലനിർത്താൻ അതിന് മനുഷ്യൻ നടത്തേണ്ട ബോധപൂർവമായ ശ്രമങ്ങളെ ഓർമ്മപ്പെടുത്താൻ നടത്തിയ ഈ പരിശ്രമത്തെ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിച്ചും പിന്തുണച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിർവഹിച്ചതായിട്ട് അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. എന്നാലും ഇത് കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഭക്തിസാന്ദ്രമായിട്ടുള്ള
ഈ ഊർജം അടുത്ത വർഷങ്ങളിൽ എല്ലാ വർഷങ്ങളിലും ഈ പരിപാടി വലിയ തരത്തിൽ നമ്മളെ ഹരിദ്വാറിൽ കാണുന്ന പോലെ വലിയ ഗംഗാരതി പോലെയുള്ള ഒരു കൂട്ടായ്മയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. അസബൻ അസോസിയേഷൻ്റെ ഭാരവാഹികളായി ഈ മഹാകർമ്മത്തിന് നേതൃത്വം കൊടുത്ത വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വേദിയിൽ ഈ സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ്, ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്നതുകൊണ്ട് ഒരു ഭാഷണത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ ഭൂതകാലം നമുക്ക് വേണ്ടി ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കണ്ണൂരിന് വേണ്ടി, കണ്ണൻ്റെ ഊരിന് വേണ്ടി നമ്മുടെ പൂർവികന്മാർ സൃഷ്ടിച്ച വലിയ അത്ഭുതമാണ് ചിറക്കൽ ചിറ എന്ന് പറയുന്നത്. വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്നൊരു പുസ്തകമുണ്ട്. ഇന്ത്യ ഒരു മഹാത്ഭുതമാണ് എന്ന്. ആ പുസ്തകത്തിൽ ഭാരതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ഇതുപോലുള്ള ചെറുതും വലുതുമായ അത്ഭുതങ്ങളെ ആദരവോടുകൂടി വിദേശിയായ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. നമ്മളിവിടെ നമ്മുടെ പൂർവികന്മാർ എല്ലാത്തിലും ഈശ്വരനെ കാണുകയുണ്ടായി. നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, ഇതൊരു ദേവതാ സങ്കല്പത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തത് എന്നുള്ളത്. സപ്ത നദികളെ ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ കുരു എന്ന് ആചമിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ആരാധനകൾ ആരംഭിക്കുന്നത്, പൂജ തുടങ്ങുന്നത്. എല്ലാ ഈ സപ്തനദികളുടെയും പുണ്യനദികളുടെയും ജലം ഇവിടെ സംഗമിക്കുന്നു എന്നാണ് സങ്കല്പം. നമ്മൾ കടലിനെ കടലമ്മ എന്ന് വിളിക്കുന്നു. അതിനൊരു ദേവതയെ സങ്കല്പിച്ചിരിക്കുന്നു. വരുണൻ ഒരു ദേവനാണ്. കടലിനെ കടലമ്മയായി കരുതിയതുപോലെ വനത്തിനെ ദേവതയായി കരുതുന്നു. ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും ഈശ്വരനായി കാണുന്നു. വൃക്ഷത്തെയും കല്ലിനെയും മണ്ണിനെയും മരത്തെയും എല്ലാത്തിലും ഈശ്വരനെ കാണുന്നു. എല്ലാത്തിലും ഈശ്വരനെ ദർശിക്കുന്നു. ഏകമേവ മദ്ദ്വിതീയ എന്നത് നമ്മുടെ വേദത്തിൻ്റെ മഹത്തരമായ സന്ദേശമാണ്. ആ കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ എല്ലാറ്റിലും ഈശ്വരനെ ദർശിച്ചുകൊണ്ട്, അതൊരു അന്ധവിശ്വാസമാണ് എന്ന് ചില ആളുകൾ പറയും. പക്ഷേ എല്ലാത്തിലും ഈശ്വരനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ആരാധന നടത്തുന്നത്. ഇന്ന് മകരസംക്രാന്തി ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുള്ളത്, ഇന്നത്തെ ദിവസം രാത്രിയും പകലും ഏകദേശം തുല്യമാണ് എന്നുള്ളതാണ്. ഇതുവരെ ദക്ഷിണായന കാലമായിരുന്നു. പകൽ കുറവും രാത്രി കൂടുതലുമായിരുന്നു. ഇനി പകൽ കൂടുതലുള്ള കാലമാണ് വരുന്നത്. നമ്മുടെ ആധ്യാത്മിക കേന്ദ്രങ്ങളെല്ലാം ഉണരുകയും നമ്മുടെ കാവുകളെല്ലാം മുറഞ്ഞാടാൻ തുടങ്ങുകയും നമ്മുടെ മഹാക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളിലെല്ലാം ഉള്ള ആത്മീയമായ കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ഉത്തരായന കാലം എന്ന് പറയുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉത്തരായന കാലത്താണ് നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പകൽ കൂടുന്ന പ്രകാശം കൂടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നല്ല ചിന്തകളും അതുപോലെ തന്നെ നല്ല പ്രവൃത്തിയും നടത്താനുള്ള സമയമാണ്. അതിന് കൂടുതൽ സമയം കിട്ടുന്ന ഒരു അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 10,000-കണക്കിന് ദീപങ്ങൾ വിഴി തുറന്നിരിക്കുകയാണ്. നമ്മുടെ പൂർവികന്മാരുടെ ലോകത്തോടെയുള്ള ഏറ്റവും മനോഹരമായ, എക്കാലത്തെയും മനോഹരമായ ഒരു പ്രാർത്ഥന തമസോമ ജ്യോതിർഗമയ എന്നുള്ളതാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നതാണ്. തമസിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നുള്ളതാണ്. നമ്മളെന്നും വെളിച്ചത്തെ തേടിയിരുന്ന ഒരു നാടാണ് ഭാരതം എന്ന നാടിൻ്റെ ഭാഷയിൽ രതിയുള്ളത് എന്ന അർത്ഥമുണ്ട്. വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അത് ജ്ഞാനത്തിൻ്റെ വെളിച്ചമാണ്, വിദ്യയുടെ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ഭാരതീയർ എന്നാണ് നമ്മുടെ നാടിൻ്റെ പേര് തന്നെ പറയുന്നത്. അതുകൊണ്ട് വെളിച്ചം എന്ന് പറയുന്നത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് പ്രകാശമയമാക്കുന്നു. നമ്മുടെ ഉള്ളിൽ കട്ട പിടിച്ച് കിടക്കുന്ന ആദ്യത്തെ അതില്ലാതാക്കുകയും നമുക്ക് വെളിച്ചം പകർന്നു നൽകുകയുമാണ് ചെയ്യുന്നത്. ആ വെളിച്ചം സത്യത്തിൻ്റെ വെളിച്ചമാണ്, ജ്ഞാനത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ സ്ഫരിക്കുന്നു. ഒരു ദീപം തെളിയുമ്പോൾ നമ്മുടെ ഉള്ളമാണ് തെളിയുന്നത്, ഉള്ളമാണ് വികസിക്കുന്നത്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ ഈ സങ്കുചിതത്വത്തിൽ നമ്മൾ വിടർന്നു വരികയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സങ്കോചം മരണമാണ്, വികാസമാണ് ജീവിതം എന്ന്. വികാസം ജീവിതമാണ് എന്ന്. അപ്പോൾ ഈ വികസിക്കലാണ്, മനസ്സ് വികസിക്കലാണ്, നമ്മുടെ ചിന്തകൾ വികസിക്കലാണ്. അതിനെ ഏറ്റവും ഉജ്ജ്വലമായി വികസ്വരമാകലാണ് നമ്മുടെ ഈ ദീപം തെളിയിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ശബരിമലയിൽ
ഇന്ന് മകര സംക്രാന്തി ദിവസം അവിടെ ജ്യോതി തെളിയുന്ന സന്ദർഭത്തിൽ ലോകത്തിലെമ്പാടുമുള്ള ഭക്തന്മാർക്കത് ആനന്ദം പകർന്നു നൽകുന്ന ഒന്നാണ്. മകരജ്യോതി ദിവസം, ഈ മകരസംക്രാന്തി ദിവസം രാജ്യത്തെമ്പാടും ഇതൊരു ആഘോഷമാണ്. നമ്മുടെ മകരപ്പൊങ്കൽ എന്ന് പറയും, തമിഴ്നാട്ടിലൊക്കെ പൊങ്കലാണ്. പല പേരിലാണെങ്കിലും നമ്മുടെ നാടിലെമ്പാടും ഇതൊരു ആഘോഷ ദിവസമാണ്. ഈ ആഘോഷ ദിവസം അക്ഷരാർത്ഥത്തിൽ ഈ ചിറക്കൽ നിവാസികൾ ഒരുമിച്ച് കൂടി ഒരു മഹാ ആഘോഷമാക്കി, ഒരുമയുടെ പെരുമയായി, ഏറ്റവും മനോഹരമായ ഒന്നായി, കൂട്ടായ്മയുടെ, പുഞ്ചിരിയുടെ, ദീപത്തിന്റെ, അതുപോലെ തന്നെ സത്യത്തിന്റെ പ്രകാശനത്തിന്റെ മഹത്തായ ഉത്സവമാക്കി മാറ്റി ഇതിനോട് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഏറെ കാലത്തേക്ക് ചാരിതാർത്ഥ്യജനകമായ ഒരു ഓർമ്മയായി, അനുഭവമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഇനിയുള്ള വർഷങ്ങളിൽ ഏറ്റവും മനോഹരമായ, ഉജ്ജ്വലമായ ഒരു ആരതിയായി മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. മാന്യ വ്യക്തിത്വങ്ങളെ ഓരോരുത്തരുടെയും പേര് എടുത്തു പറയുന്നില്ല, കാരണം അതിന് തന്നെ കുറേ സമയം എടുക്കുന്നതുകൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും നമസ്കാരം. അതുപോലെ തന്നെ ഈ ഒരു മഹാ ആരതിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും സ്നേഹത്തിൻ്റെ പേരിൽ നന്ദി പറയാൻ ആദ്യം തന്നെ. ഈ ഒരു പരിപാടി നേരത്തെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ കേവലം 10 ദിവസം കൊണ്ട് മനസ്സിൽ തോന്നിയ ഒരു തീരുമാനമാണ്. ആ ഒരു തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ചെറിയ സമയം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഈ ഒരു ചെറിയ സമയത്ത് ഇത്രയും വലിയ ഒരു ജനക്കൂട്ടത്തെ ഇവിടെ എത്തിക്കാൻ സാധിച്ചതും ഈ ഒരു ഗംഗാ ആരതി, അതായത് 7 നദികളെയും ആവാഹിച്ചുകൊണ്ടുള്ള ഈ ഒരു ആരതിയിൽ പങ്കെടുക്കാൻ സാധിച്ചതും, ഈ മകര സംക്രാന്തി ദിവസത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഗംഗാ ആരതിക്ക് സമാനമായി അത്രയൊന്നും എത്തുന്നില്ലെങ്കിലും വരും വർഷങ്ങളിൽ അത് അത്ര എത്തിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ എല്ലാവരും സഹകരണം ഉണ്ടാകണം. ഈ ഒരു മകര സംക്രാന്തി ദിനത്തിൽ നമുക്ക് ഇത്തരം ഒരു ആരതി ഒരുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാം, കണ്ണൂരിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ഇപ്പോൾ ചിറക്കൽ മാറിക്കഴിഞ്ഞു. ഇനിയും നിരവധി കാര്യങ്ങൾ ഈ ചിറക്കലിന് മാറ്റങ്ങൾ സംഭവിക്കാനുണ്ട്. അത് തീർച്ചയായും സംഭവിക്കും. കാരണം നേരത്തെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഈ ചിറക്കൽ നാടിനു വേണ്ടി ചെയ്ത വിവിധ കാര്യങ്ങൾ, ഈ ചിറക്കൽ ചിറ നവീകരണം തുടങ്ങി ചിറക്ക് ചുറ്റുമുള്ള റോഡ് വികസനം, ഹൈമാസ് ലൈറ്റിൻ്റെ സ്ഥാപിക്കൽ, അതുപോലെ തന്നെ മറ്റ് അനുബന്ധ റോഡുകളുടെ ഒക്കെ വികസനം ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു നല്ല ഒരു ചിന്ത വന്നതിൽ അതിയായ സന്തോഷം, ഈ ചിറക്കൽ നാടിൻ്റെ തന്നെ ഒരു സന്തോഷം ഈ വേദിയിൽ അറിയിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇനിയും ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൃഷ്ണഗാഥ, ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ച മഹാക്ഷേത്രമാണ്. ഈ മഹാക്ഷേത്രം കൃഷ്ണഗാഥയുടെ ഒരു ഗാലറി ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം അതിൻ്റെ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് എത്രയും വൈകാതെ അത് നടപ്പിലാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഈ ചിറക്കൽ നാടിൻ്റെ രൂപം ഇനിയും മനോഹരമാക്കാൻ വേണ്ടി വിവിധ പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നുള്ള വിശ്വാസവും നമുക്കുണ്ട്. കാരണം ഇനിയും ഈ ഒരു നേരത്തെ പറഞ്ഞു 38ഓളം ക്ഷേത്രങ്ങൾ, 50ഓളം ക്ഷേത്രങ്ങൾ ഉള്ള ഒരു ക്ഷേത്ര നഗരി കൂടിയാണ് ഈ ചിറക്കൽ ഗ്രാമപ്രദേശം. ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്ര നഗരി നമുക്ക് ഇനിയും വളരെ ഉയരങ്ങളിലേക്ക് എത്താനുണ്ട്. അതിന് ഉള്ള എല്ലാ സഹകരണവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു പരിപാടി ഈ ഒരു വർഷം തുടങ്ങി വെച്ചു. വരും വർഷങ്ങളിലൊക്കെ മകര സംക്രാന്തി ദിവസം
ഇതിലും വിപുലമായിട്ട് നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി സാധിക്കണം. ചിറക്കൽ നാട് എന്നും ഒരു ആഘോഷത്തിൻ്റെ നാടായി മാറണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. എന്നും ആഘോഷങ്ങളായിരിക്കണം. ഉത്സവങ്ങളായിട്ടും തെയ്യങ്ങളായിട്ടും കളിയാട്ടങ്ങളായിട്ടും മറ്റ് ആധ്യാത്മിക സഭകളായിട്ടും മറ്റ് കാര്യങ്ങളിലൊക്കെ ഈ ചിറക്കൽ നാട് വളരെയേറെ മുന്നേറിയിട്ടുണ്ട്. ഇനിയും 365 ദിവസവും ചിറക്കൽ നാട്ടിൽ പരിപാടി ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു അധ്യക്ഷ ഭാഷണത്തിന് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, കാരണം നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അടുത്തതായി ഉദ്ഘാടന കർമ്മത്തിനായി ബഹുമാനപ്പെട്ട അഴീക്കോടിൻ്റെ MLA ശ്രീ KB സുമേഷ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.